കണ്ണൂർ കല്യാട് വീട്ടിൽ നിന്ന് സ്വർണവും പണവും മോഷണം പോയ കേസിൽ പൂജാരി അറസ്റ്റിൽ. കർണാടക ഹാസൻ സ്വദേശിയായ മഞ്ജുനാഥാണ് പിടിയിലായത്. വീട്ടിലെ പ്രേതശല്യം ഒഴിപ്പിക്കാൻ 2 ലക്ഷം രൂപ മാത്രമാണ് വാങ്ങിയതെന്ന് പ്രതിയുടെ മൊഴി. കഴിഞ്ഞ ഓഗസ്റ്റ് 22-നായിരുന്നു കല്യാടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും ദർശിത മോഷ്ടിച്ചത്. അടുത്ത ദിവസം ഹുൻസൂരിലെ ലോഡ്ജിൽ ദർശിതയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി സുമേഷ് മോറാഴ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സുമേഷ്, ഈ ഒരു പൂജാരിയാണ് ഈ രീതിയിൽ സ്വർണവും പണവും മോഷ്ടിച്ച കേസിൽ പിടിയിലായിരിക്കുന്നത്. ഈ കേസിനാസ്പദമായ സംഭവം ഇതെങ്ങനെയാണ്? ഈ കേസിലേക്ക് ഈ പൂജാരിയിലേക്ക് അന്വേഷണ സംഘത്തിൽ എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ടോം, ആഗസ്റ്റ് 22-നായിരുന്നു ഈ കേസിന് ആസ്പദമായ തുടക്കം എന്ന് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്യാട് ചുങ്കസ്ഥാനത്തുള്ള ഒരു വീട്ടിൽ ഒരു മോഷണം നടക്കുന്നു. ഈ മോഷണത്തിന്റെ ഭാഗമായി 30 പവൻ സ്വർണ്ണാഭരണവും ഒപ്പം 4 ലക്ഷം രൂപയുമാണ് മോഷണം പോയത്. ഈ AP സുഭാഷിന്റെ വീട്ടിൽ, അതായത് വിദേശത്തുള്ള AP സുഭാഷിന്റെ വീട്ടിലായിരുന്നു ഈ മോഷണം നടന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും തൊട്ടടുത്ത ദിവസം ഈ സാലിഗ്രാമിലെ ഹുൻസൂറിൽ വെച്ച് ഈ AP സുഭാഷിന്റെ ഭാര്യയായിട്ടുള്ള ദർശിത അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തത്. അന്ന് ഈ മോഷണം നടന്ന ആ സമയത്ത് ഈ ദർശിതയെ ഈ വീട്ടിൽ നിന്നും കാണാതാവുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ മോഷണത്തിൽ ദർശിതക്ക് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. അതിന്റെ തുടർന്നുള്ള അന്വേഷണം നടക്കുന്നതിനിടയിലായിരുന്നു ഈ സാലിഗ്രാമിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഈ ദർശിത കൊല്ലപ്പെട്ട രീതിയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം ഈ ഇതിന്റെ സുഹൃത്ത്, ദർശിതയുടെ സുഹൃത്തായ സിദ്ധരാജുവിനും ഒപ്പമായിരുന്നു ഈ ദർശിത ഇവിടെ നിന്നും നാട് വിട്ടത്. ഇദ്ദേഹം കർണാടക സ്വദേശിയായിരുന്നു. പിന്നീട് ഇതിന്റെ അന്വേഷണങ്ങൾ നടക്കുകയും ഈ മോഷണത്തിൽ നിന്ന് കിട്ടിയ 4 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ ഈ സിദ്ധരാജു കൈപ്പറ്റിയതായി പോലീസ് കണ്ടെത്തുന്നു. പിന്നീട് വിശദമായ അന്വേഷണം നടക്കുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഈ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് ഈ പൂജാരിയിലേക്ക് ഈ പോലീസ് എത്തുന്നത്. അദ്ദേഹം കർണാടക സിംഗപട്ടണം സ്വദേശിയാണ്. മഞ്ജുനാഥനാണ് ഇദ്ദേഹത്തിന്റെ പേര്. പിന്നീട് പോലീസ് മഞ്ജുനാഥനെ കണ്ടെത്തുകയും വിശദമായ അന്വേഷണം നടക്കുകയും ഈ അന്വേഷണത്തിൽ ഈ മോഷണ മുതലിൽ നിന്നും പൈസ, അതായത് 2 ലക്ഷം രൂപ മഞ്ജുനാഥും കൈപ്പറ്റിയതായി പോലീസ് വിവരം ലഭിക്കുന്നു. ഇതിന്റെ അന്വേഷണത്തിന് ഏറെ നിർണായകമായത് ഒരു CCTV ദൃശ്യമായിരുന്നു. അതായത് കർണാടക ഭാഗമായിട്ടുള്ള ഹോട്ടലും ബേക്കറിയും കൂടിയുള്ള ഒരു സ്ഥാപനത്തിന് സമീപത്തു നിന്നും ഈ ബാഗ് കൈമാറുന്നതായിട്ടുള്ള ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിക്കുകയും ഈ ദൃശ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള അന്വേഷണം നടക്കുകയും ഇതിൽ നിന്ന് മഞ്ജുനാഥാണ്, ഈ പൂജാരിയായിട്ടുള്ള മഞ്ജുനാഥാണ് എന്ന് പോലീസിന് വ്യക്തമാവുകയും ചെയ്തത്. പിന്നീടാണ് അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോലീസ് എത്തുന്നത്. എന്താണ് ഈ പൂജാരിയും ഈ ദർശിതയുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് പോലീസ് അന്വേഷിച്ചത്. അതിൽ നിന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന് വ്യക്തമായത് ഈ ആൺ സുഹൃത്തും ദർശിതയുമായി വേറെ രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ടി ഈ പൂജാരിയെ സമീപിക്കുകയും ഒപ്പം ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് പൂജാരി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് പരിഹാര ക്രിയ ചെയ്യണം എന്ന് പൂജാരി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതിന് കൃത്യമായ തുക, ഇത്ര പൈസ വേണം എന്ന് പൂജാരി പറയുകയും ആ തുക ഈ മോഷണം നടന്ന പൈസയിൽ നിന്ന് പൂജാരിക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ കൊലപാതകത്തിലോ ഈ മോഷണത്തിലോ ഈ പൂജാരിക്ക് ഭാഗമല്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. അതായത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന 30 പവൻ സ്വർണ്ണ ആഭരണവും ഇപ്പൊ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും അത്തരം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പം പോലീസ് ഉള്ളത്. ഇരിട്ടി DYSP കെ ദർശിതയുടെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിൽ പോലും ഇതിന്റെ ഗൂഢാലോചനയിലോ മറ്റോ ഈ പൂജാരിക്ക് പങ്കുണ്ടായിരുന്നോ? പോലീസ് വ്യക്തമാക്കുന്നത് അത്തരം അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ അത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി അത്തരം ഒരു പങ്ക് ഈ മഞ്ജുനാഥിന്, അതായത് പൂജാരിയായിട്ടുള്ള മഞ്ജുനാഥിന് ഇല്ല എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പൈസ കൈപ്പറ്റി, മോഷണ മുതൽ എന്ന നിലയിൽ ആ പൈസ കൈപ്പറ്റി എന്നുള്ള
ഒരു കുറ്റം മാത്രമാണ് ഇപ്പം മഞ്ജുനാഥന് ഈ പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതായത് മറ്റുള്ള കൊലപാതകം അതുപോലെ തന്നെ മോഷണ ശ്രമം ഉൾപ്പെടെ ഒരു കാര്യത്തിലും മഞ്ജുനാഥ് ഭാഗമായിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം മാത്രമാണ് കേരള പോലീസിനുള്ളത്. മറ്റ് കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കർണാടക പോലീസാണ്. കർണാടകയിലാണ് ഇതിന്റെ കൊലപാതകം നടന്നത്. എന്നാൽ മോഷണം നടന്നതാവട്ടെ കണ്ണൂർ ജില്ലയിലെ കല്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഈ ഇരിട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരം ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പൂജാരിയിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത്. ആ പൂജാരിയിൽ നിന്ന് ലഭിച്ച പൈസയിൽ നിന്നാണ് ഇതൊരു മോഷണ തുകയാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഏതായാലും ഇദ്ദേഹത്തെ കണ്ണൂർ JCM കോടതിയിൽ കൂടുതൽ അന്വേഷണം ചോദ്യം ചെയ്യുകയും അതിന്റെ സുമേഷ് ഇവിടെ പ്രേതബാധ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ പൂജാരി മഞ്ജുനാഥ് ഇവരിൽ നിന്നും ഈ കമിതാക്കളിൽ നിന്നും സ്വർണം തട്ടിയെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഇയാൾ കൂടുതൽ പേരെ കബളിപ്പിച്ച് സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി സംശയിക്കണോ? പോലീസ് ആ രീതിയിലേക്ക് അന്വേഷണം നടത്തുന്നുണ്ടോ? അതോ ഈ കണ്ണൂരിലെ കല്യാട്ട് വീട്ടിൽ നടത്തിയ കവർച്ചാ കേസ് മാത്രമാണ് പോലീസ് പരിശോധിക്കുന്നത്? ടോം, അത്തരം ഒരു അന്വേഷണത്തിൽ എന്തായാലും പോലീസ് കടക്കും. സ്വാഭാവികമായും ഇത് മറ്റു തലത്തിൽ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നല്ലാതെ ഇതുപോലുള്ള മറ്റാളുടെ കയ്യിൽ നിന്നെങ്കിലും ഇതുപോലുള്ള പൈസകൾ കൈപ്പറ്റിയിട്ടുണ്ടോ, അത്തരം ഈ കുറ്റകൃത്യത്തിൽ ഇയാൾ പങ്കുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. സ്വാഭാവികമായി അത്തരം അന്വേഷണം നടത്തും. ഏതായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കും. ഈ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം സ്വാഭാവികമായും നല്ല രീതിയിലൊരു അന്വേഷണം വേണം, ചോദ്യം ചെയ്യൽ വേണം. ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി കൊണ്ട് മാത്രമേ ഇന്ന് ഈ പൂജാരിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് മറ്റ് കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പൂർണ്ണമായും പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വരും ദിവസം ഇദ്ദേഹത്തെ കസ്റ്റഡി ലഭിക്കുന്നതിനുള്ള അപേക്ഷ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇരിട്ടി DYSP K ധനഞ്ജയ ബാബു അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. സുമേഷ് മോറാഴിയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.